a National Leadership Program for Self-Transformation. We will now be offering our annual report for the batch of 2023. വളരെ ഇഫക്റ്റീവായിരുന്നു. ഭാവിയിലെ നേതാക്കളെ വാർത്തെടുക്കത്തക്കവണ്ണമുള്ള ഉപയുക്തമാകുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പായിരുന്നു അത്. ഭാഗ്യവശാൽ ഫോർട്ട് സമിതിയിൽ നിന്നും നമ്മുടെ സനലിൻ്റെയും ശശികലയുടെയും പുത്രനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ സായി കിരൺ അതിൽ പങ്കെടുക്കുകയും പ്രശസ്തമായി വിജയം നേടുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ ഗുണം, അതിൻ്റെ മേന്മയെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ സായി കിരൺ നമ്മോട് സംവദിക്കുന്നതായിരിക്കും. 9 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നാഷണൽ ലീഡർഷിപ്പ്. ഇതിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് തന്നെ കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്ന്, 21-35 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്കായിരിക്കും ഇതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് നേടാനായിട്ട് പറ്റുന്നത്. ആദ്യം നമുക്കൊരു ചെറിയ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു ഇൻ്റർവ്യൂ ഫ്രം ഭർത്തി തന്നെ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് അവർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഒരു കൺഫർമേഷൻ അവർ ചോദിക്കും. ഇപ്പോൾ ഒരു 6 days വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഈ കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് ഭർത്തിയിൽ ഉണ്ടായിരിക്കണം. 3 സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ 3 സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ എന്ന് പറയാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പറയരുത്. കാരണം വേറൊരാളുടെ സീറ്റാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം എൻ്റെ ഒരു ബാച്ചിൽ 24 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും രജിസ്ട്രേഷൻസ് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരാളെ കൺഫർമേഷൻ പറഞ്ഞിട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ ഒരാളുടെ സീറ്റല്ലേ പോകുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ NLP എടുക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വരാനായിട്ട് സാധിച്ചില്ല, പോകാനായിട്ട് പറ്റുന്നില്ല, കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കിട്ടണം എന്നില്ല. അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ് NLPക്ക് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, 3 ദിവസത്തെ നമ്മളെ സെക്ഷൻ, അവിടെ നടത്തുന്ന സെഷൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷമുള്ള സെഷൻസ് ഓൺലൈൻ ആയിരിക്കും. ഒന്നുകിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ ഞായറാഴ്ച, അല്ലെങ്കിൽ 2 ദിവസം ചില സെഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കയറണം. അറ്റൻഡൻസ് മാൻഡറ്ററി ആണ്. പിന്നെ ക്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ സെലക്ട് ആയി കിട്ടുന്നതിനേക്കാളും പാടാണ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണം. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഉള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു നമ്മളെന്ത് പറയാ, നമ്മൾ അത്രയും ഡിവോട്ടഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കോഴ്സിൽ വരുന്നത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ പല രീതിക്കുള്ള പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. NLP തന്നെ കുറച്ച് പ്രൊജക്ട്സ് ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട്. ഒന്നൊരു നാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ബാലവികാസ് അലുമിനീസിനെ ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള പ്രൊജക്ട്സ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ആൾക്കാർ നമ്മുടെ ടീമേറ്റ്സ് ആവണമെന്നില്ല. ഇപ്പോൾ വേറെ ജില്ലകളിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളുടെ ടീം, ഇപ്പോൾ എൻ്റെ ഒരു ടീമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കഴക്കൂട്ടം സമിതിയിൽ ഭൂഭീഷൺ എന്ന് പറയും ഞാൻ, പിന്നെ എറണാകുളത്തുള്ള സായി മാധവ് എന്നുള്ളൊരു ആള്, പിന്നെ കോഴിക്കോട് നിന്നുള്ള സായി ആനന്ദ്, നമ്മൾ 4 പേരാണ് പ്രൊജക്റ്റ് ചെയ്തത്. നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര് ശ്രീ സത്യസായി വിദഗ്ധ വികാസ് പ്രോജക്റ്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഗൈഡിലാണ് ചെയ്തത്. ഈ പ്രൊജക്റ്റിന്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ ഒരു 75 പേരിൽ കൂടുതൽ നമുക്ക് ആദ്യമേ പ്രോജക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്ത് പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഐഡിയോളജീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ വിഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് ആദ്യം പറയണം. അപ്പോൾ നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ലെവലിൽ നമുക്കൊരു 75+ പീപ്പിൾക്ക് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് വളർത്തുന്ന രീതിക്കുള്ള സെഷൻസ് എടുക്കാനായിട്ട് സാധിക്കും, ഓൺലൈൻ മീഡിയ ആയിട്ട്. രണ്ടാമത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് നമുക്ക് MEP എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ബേസിലുള്ള കുറച്ച് ട്രെയിനിങ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. MEP എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഈ 3 സെക്ഷൻസിന് ബേസിലുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും എന്നതിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പം നമ്മുടെ സമിതി പ്രമിസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് പ്രോജക്ട്സ് നമ്മളുടെ സംഘടന നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം പ്രേമധാര പദ്ധതികൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോർട്ട് സമിതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പല സമിതികൾ വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൂടെ ഏകദേശം 40+ പ്രേമധാര പദ്ധതികളാണ് ഓൾ ഓവർ ട്രിവാൻഡ്രം മാത്രമല്ല.
ഇപ്പൊ ഇതിന്റെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമിതി ബേസിസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന പല വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് തന്നെ ഇതൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പ്രാപ്തരായി കഴിഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ നമുക്കും നല്ലത്. ഇപ്പോൾ സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ, കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ബിൽഡാവും. അങ്ങനെയുള്ള രീതിക്ക് നമ്മൾക്കുള്ളിൽ ഒരു അറിവ് ബാക്കി എല്ലാവരുടെ സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കായിരുന്നു ഈ ഒരു MEP സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തത്. കൂടാതെ സ്റ്റേറ്റ് ലെവലിലായിട്ടായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് കൊടുത്തത്. അതിനകത്ത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാൻവയുടെ സെഷൻസ് ആണ്. ക്യാൻവ ആൻഡ് ഇൻഷോട്ട് രണ്ടും നമുക്ക് നമ്മളുടെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലോ. ഓരോ പ്രോഗ്രാംസ് കഴിയുമ്പോൾ ഒരു പോസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്, പ്രോഗ്രാംസ് മുമ്പ് പോസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്, അതല്ലാതെ റിപ്പോർട്ട്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് തന്നെ സ്വന്തമായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിലാണ് ഈ ഒരു സെഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ കൃപയാൽ 75 എന്നുള്ള കൗണ്ടിന് കൂടുതൽ 120 പേര് ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ലെവലായിട്ടുള്ള പ്രോഗ്രാമിന് വേണ്ടി സെഷൻസ് ഒക്കെ നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് സെഷൻസ് എടുക്കുമ്പോൾ എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ള കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെഷൻസ് എടുക്കുന്ന സമയത്ത് എത്ര പേര് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു. നമ്മളിപ്പോ യൂത്ത് എന്നുള്ളതോ ഇല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു യൂത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് സെഷൻസ് തുടങ്ങാൻ എന്നുള്ളതിലേക്ക്. പക്ഷെ പല ജില്ലയിലെ DPമാർ ഉൾപ്പെടെ ആ സെഷൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നല്ല രീതിക്കുള്ള റെസ്പോൺസും ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള വർക്ക്സ് ഇപ്പോൾ നമുക്ക് അയച്ചു തരാറുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു സക്സസ് ആയെന്നുള്ളതിന്റെ ഒരു സന്തോഷം, ചെറിയൊരു തെളിവ് എന്ന രീതിയിൽ നിന്ന് കിട്ടിയത്. കാര്യം എല്ലാവരും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതിനുപരി ഇപ്പോഴും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും പ്രോജക്ട്സ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. NLP എന്നുള്ളതല്ല, ഏതായിക്കോട്ടെ ചെയ്യുന്ന പ്രോജക്ട്സ് ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു, അതോടെ തീർന്നു എന്നുള്ളതിന്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഒരു പ്രൊജക്ട് അന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന വർഷങ്ങളിലും ഇനി വരുന്ന ഓരോ ദിനങ്ങളിലും നമുക്ക് ഇതിന്റെ അപ്ഗ്രേഡേഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു NLPക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്ട് അതോടെ തീർന്നിട്ടില്ല. ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിരുന്നതായിരിക്കും. ഈ പ്രൊജക്റ്റെല്ലാം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഭഗവാന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. നാഷണൽ ടീമിൽ നിന്നൊക്കെ നമുക്ക് അപ്രിസിയേഷൻസ് കിട്ടി ഈ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇതിന്റെ വാലറ്ററി ഫങ്ഷൻസ് ആയിട്ട് 3 ദിവസം നമ്മൾ ഭക്തിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭക്തിയിൽ നിന്ന് അടുത്ത സെഷൻസ് കിട്ടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സെഷൻസ് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മളെ ഗ്രൂപ്പ് ഫോക്കസ് ക്യാമ്പ്സ് നടത്താറുണ്ട്, അല്ലെങ്കിൽ യൂത്ത് ക്യാമ്പ്സ് നടത്താറുണ്ട്, അല്ലാത്ത സാധന ക്യാമ്പ്സ് നടത്താറുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വളരെ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ലാത്ത പോലെ തോന്നും. കാര്യം എന്ന് വെച്ചാൽ ഓരോ സെഷൻസ് അവർ പ്ലാൻ ചെയ്യുന്ന രീതി, സ്പിരിച്വാലിറ്റിയും നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ കറന്റ് നമ്മൾ നോർമലി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സെഷൻസ് എന്തുമാത്രം നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നുള്ളതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ഒരു സെഷൻസ് മൊത്തം. കാര്യം നമ്മൾ ഓൺലൈൻ സെഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നടന്ന സെഷൻസ് ആയിക്കോട്ടെ, എല്ലാം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരെയും സംബന്ധിച്ച്. പിന്നെ ഓരോരുത്തരും സെലക്ഷൻ കിട്ടുന്ന ഓരോരുത്തരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് തൊട്ടേ നമ്മുടെ ബാലവികാസ് ക്ലാസ്സസിലൊക്കെ വരുന്ന സമയത്ത് നമ്മളിതൊക്കെ പറയാറുണ്ട്, ഭഗവാന്റെ സ്കൂളിൽ പഠിക്കാൻ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്, ഭഗവാന്റെ കോളേജിൽ പഠിക്കാൻ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് രണ്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ട് 1 വർഷത്തേക്ക് പറ്റും. അതൊരു പ്രൊഫഷണൽ ഡിപ്ലോമയാണ്. അപ്പോൾ ഇനിയും ആർക്കും ചാൻസസ് ഒന്നും തീർന്നിട്ടില്ല. മാക്സിമം എല്ലാവരും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 21 to 35 ഉള്ളവർക്കൊക്കെ അടുത്ത വർഷം അടുത്ത കോള് വരും. ഈ വരുന്ന നവംബറൊക്കെ ആകുമ്പോൾ കോള് വരും. രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഭഗവാന്റെ സങ്കല്പമാണ്, കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും, കിട്ടിയിരിക്കും. പിന്നെ നമ്മളുടെ ഒരു ഡിവോഷനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും അതെനിക്ക് അതിന് മുമ്പ് ഒട്ടുമില്ലായിരുന്നു. പേര് പോലെ തന്നെ ശ്രീ സത്യസായി നാഷണൽ ലീഡർഷിപ്പ് പ്രോഗ്രാം ഫോർ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു ഈ പ്രോഗ്രാം. കാര്യം നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല, നമ്മൾ ആ ട്രാക്കിലോട്ട് കൊണ്ടിടുകയായിരുന്നു. നമ്മൾ എത്ര തന്നെ എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ചാൽ പോലും കാര്യമില്ല, കറക്റ്റ് ട്രാക്കിലോട്ട് നമ്മൾ വന്നോളും. പക്ഷെ ആ ഡിവോഷൻ ഉണ്ടായിരിക്കണം, ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓരോ സെഷൻസ് നമുക്ക് കയറാനായിട്ടുള്ള ഒരു
ഇൻസ്പിറേഷൻ എന്നും നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ ഗംഭീരമായിട്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മൾ ഒരുപാട് പേര് നിന്ന് ഇൻസ്പയർഡ് ആകും. അപ്പോൾ കുറച്ച് സെഷൻസ് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് നമ്മളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ സെഷൻസ്, പിന്നെ നമ്മുടെ നാഷണൽ യൂത്ത് കോർഡിനേറ്റർ, പിന്നെ അതല്ലാതെ ഒരുപാട് സെഷൻസ് ഉണ്ട്. എണ്ണമറ്റും പറയാൻ പറ്റാത്ത സെഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ജയ്സായ. ഭഗവാൻ പറയുന്നുണ്ട്, ലീഡേഴ്സ് ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചേഴ്സ് PT സാറന്മാരെ പോലെയായിരിക്കണം, മാതൃക ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം ലീഡേഴ്സ്. അത്തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും സംഘടനയെല്ലാം ലാക്ക് ഓഫ് ലീഡർഷിപ്പ് നേടുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന് നമുക്ക് നോക്കിയാൽ അറിയാം, വിരലിലെണ്ണാവുന്ന 1-2 ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ രാജ്യത്തിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസിലും ഓരോ സംഘടന എടുത്ത് നോക്കിയാലും ഇതിൻ്റെ കുറവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അത് എന്താ പറയുക, അത് അടുത്ത തലമുറയിൽ എത്തവർ വളരെ ഗംഭീരമായി അത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാകട്ടെ. അത്തരത്തിൽ ഭാവിയിൽ നമ്മളെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആശംസിച്ച പോലെ നമ്മളെ സംഘടനയിലെ സായി കിരണ് ഭാവിയിൽ ഒരു നല്ല ലീഡറാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് Shanti.
സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി.